വിശദമായ വാർത്തകൾ നോക്കാം. ഇടുക്കി ചിന്നക്കനാലിൽ നിന്ന് കാടുകടത്തിയ അരിക്കൊമ്പനെ കൊണ്ട് പൊറുതിമുട്ടി തമിഴ്നാട്ടിലെ മേഘമല. പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട ശേഷം മേഘമലയിലെത്തിയ അരിക്കൊമ്പൻ പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. വനംവകുപ്പിന്റെ വാഹനവും തകർത്തു. ഇതോടെ മേഘമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മേഘമലയിൽ തമ്പടിച്ചിരിക്കുന്ന അരിക്കൊമ്പൻ കൃഷിയിടവും തമിഴ്നാട് വനംവകുപ്പിന്റെ വാഹനവും കഴിഞ്ഞ ദിവസം രാത്രി തകർത്തു. വാഴത്തോട്ടത്തിലാണ് കൊമ്പൻ കയറിയത്. തുരത്തിയോടിക്കാൻ ശ്രമിച്ച വനപാലകരുടെ വാഹനവും ആന തകർത്തു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ജനവാസ മേഖലയിൽ നിന്ന് ആനയെ കാട്ടിലേക്ക് തുരത്തി. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മേഘമലയിലെത്തും. ആനയെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തിരികെ എത്തിക്കാനായി ശ്രമം നടത്തും. 120 പേരടങ്ങുന്ന സംഘത്തെ തമിഴ്നാട് വനംവകുപ്പും അരിക്കൊമ്പനെ തുരത്താനായി നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഇന്ന് രാവിലെ 8 മണി മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റേഡിയോ കോളറിൽ നിന്നുള്ള കൃത്യമായ വിവരം തമിഴ്നാടിന് കൈമാറാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം റേഡിയോ കോളർ കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് കാരണമെന്നാണ് സൂചന. ചില സമയങ്ങളിൽ സിഗ്നലുകൾ ലഭിക്കുന്നില്ലെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. മേഘമലയിൽ വിനോദസഞ്ചാരികൾക്ക് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തി. മേഘമല പ്രദേശത്തെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മേഘമലയിലും പരിസര പ്രദേശങ്ങളിലും അരിക്കൊമ്പന്റെ സഞ്ചാരം കണക്കിലെടുത്ത് തേനി ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും തേനി ജില്ലാ പോലീസ് സൂപ്രണ്ടും മേഘമലയിൽ പരിശോധന നടത്തി. ന്യൂസ് 18 മേഘമല. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഓടി രക്ഷപ്പെടുന്നതിനിടെ പരുക്ക്. കരടിയോട് സ്വദേശി ചന്ദ്രനാണ് പരിക്കേറ്റത്. ഡാമിലേക്ക് മീൻ പിടിക്കാൻ പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെ മലമ്പുഴ ഡാം പരിസരത്തേക്ക് മീൻ പിടിക്കാൻ പോകുമ്പോഴാണ് സംഭവം. കൊമ്പനെ കണ്ട് പരിഭ്രാന്തനായി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ചന്ദ്രന് പരുക്കേറ്റത്. താടിയെല്ലിന് പരിക്കേറ്റ ചന്ദ്രന്റെ പല്ലുകളും ഇളകിയിട്ടുണ്ട്. ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങൾ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് രാവിലെ പുലർച്ചെ 5 മണിക്ക് പോകുന്നതാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം രാവിലെ ഫോറസ്റ്റുകാർ അറിവ് വന്ന ആനയുണ്ട്, അതുവരെ ശ്രദ്ധിച്ച് പോകാറ്. അപ്പോൾ 6 മണിയായി പോകുമ്പോൾ അതുവരെ ഫോറസ്റ്റുകാർ അവിടെ ആന ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പോയപ്പോൾ ശേഷം ഞങ്ങൾ ഈ മുത്തമ്പാറ പറഞ്ഞ പാറ കയറുമ്പോൾ മുകളിൽ ആന നിൽക്കുന്നു. ഒരു കാട്ടിൻ്റെ പന്തയിലും ആന നിൽക്കുന്നു. അത് കണ്ടില്ല. പെട്ടെന്ന് അങ്ങോട്ട് കയറി പോയതിൽ ആന കണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി ഓഫ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ആന അടുത്തെത്തി. ഈ PT 14 സംഭവം. ആന അടുത്ത് ആ ബേജാറിൽ ആൾ പാറപ്പുറത്ത് വീണു. കൂടെയുള്ള ആൾ കൈപ്പിടിച്ച് വലിച്ചു. എന്നിട്ട് ഒരു വീഴ്ചയും കൂടി വന്നപ്പോൾ താടിയെല്ലാം പോയിട്ടുണ്ട്, പല്ലിളകിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ അത്രയും നേരം നമുക്ക് കൂടെ അപ്പോഴേക്കും വിളിച്ചു പറഞ്ഞു, ഫോറസ്റ്റുകാരെ കൂടെ ഇന്ന സംഭവം കൊണ്ട് പറഞ്ഞു. അവർ വണ്ടിയായിട്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കൊട്ടാരക്കര FCLൽ മിന്നൽ പരിശോധന നടത്തിയ മന്ത്രി GR അനിൽ. താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ പുഴുവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു മന്ത്രിയുടെ അപ്രതീക്ഷിത പരിശോധന. FCL ഗോഡൌണുകളിൽ നിന്നെത്തിച്ച പച്ചരി പഴകിയതാണെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. വിഷയത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുമെന്നും തുടർ അന്വേഷണത്തിന് സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. ചെറിയ മഴ വരുന്ന സമയത്ത് തന്നെ വെള്ളം കയറുകയോ വെള്ളം പല രൂപത്തിൽ അതിനകത്ത് എത്തുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മൾ ഗോഡൗണിലിരിക്കുന്ന ഭക്ഷ്യധാന്യത്തിനകത്ത് അത് വീണ്ടും അതേ സ്റ്റേജിലിരിക്കുന്ന വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പുഴുവുണ്ടാകുന്ന സ്ഥിതി, വളരെ പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെ കാലാവധി എത്ര നാളിനകത്ത് ഉണ്ടായെന്നുള്ള പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ രീതിയിൽ ഉണ്ടായതല്ല. FCLലൂടെ വന്നപ്പോഴേ ഈ കേടായതാണ് ആകുന്നതാണ്. ഇത് പുറത്ത് കാണാൻ കഴിയുന്നില്ല. തുറക്കുന്ന സമയത്താണ് പുറത്ത് കാണാൻ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ FCLയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറഞ്ഞു. FCLയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ടാമത് അതിനെ സംബന്ധിച്ചുള്ള നടപടിയിലേക്ക് നീങ്ങും. വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെയും എക്സൈസ് വിജിലൻസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ യുവാക്കളെ കൈക്കൂലി വാങ്ങി വിട്ടയച്ചതായുള്ള പരാതിയിൽ ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. PK പ്രഭാകരൻ, KV ഷാജിമോൻ, സിവിൽ എക്സൈസ് ഓഫീസർ KK സുധീഷ് എന്നിവരെയാണ് എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിയുടെയും എക്സൈസ് വിജിലൻസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ബംഗളൂരു യാത്ര കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ യുവാക്കളുടെ കാറിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ഗ്ലാസ് പൈപ്പ് പിടികൂടിയിരുന്നു. തുടർന്ന് കേസെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനായി യുവാക്കളുടെ കൈവശമുണ്ടായിരുന്ന 10,000 രൂപ ആവശ്യപ്പെട്ടു. 2,000 രൂപ കുറച്ച് 8,000 രൂപ ഉദ്യോഗസ്ഥർ വാങ്ങിയെന്ന് യുവാക്കൾ പരാതി നൽകി. പിന്നീട് വഴിയിൽ വച്ചുണ്ടായ മറ്റൊരു വാഹന പരിശോധനയ്ക്കിടെ പോലീസ് യുവാക്കളെ പിടികൂടിയപ്പോഴാണ് യുവാക്കൾ ഇക്കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയും എക്സൈസ് വിജിലൻസും അന്വേഷണം നടത്തി ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയായിരുന്നു. ന്യൂസ് 18 വയനാട്.
ഇടുക്കിയിലെ ഡാമുകളിൽ മഴക്കാലത്തിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഷട്ടറുകളുടെയും സൈറണുകളുടെയും കാര്യക്ഷമതാ പരിശോധനയും അനുബന്ധ ജോലികളുമാണ് പുരോഗമിക്കുന്നത്. ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ജോലികൾ പുരോഗമിക്കുന്നത്. ഇടുക്കിയിലെ പദ്ധതിയുടെ ഭാഗമായ ചെറുതോണി, കല്ലാർ, ഇരട്ടയാർ, വടക്കേപ്പുഴ, നാരാക്കാനം, അഴുത, വഴിക്കടവ്, കുറ്റിയാർ ഡാമുകളിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഇരട്ടയാർ ഡാമിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. കല്ലാർ ഡാമിലെ ജോലികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കല്ലാർ ഡൈവേർഷൻ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ഡാമുകളിലെ ജോലികൾ പൂർത്തീകരിക്കും. ഷട്ടറുകൾ പൂർണ്ണ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. നമുക്ക് പ്രീ മൺസൂൺ ഉള്ള കുറച്ച് പ്രിപ്പയർനെസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോയിസ്റ്റ് മെക്കാനിസത്തിൽ കുറച്ച് ഗ്രീസിങ്ങും അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇത് നമുക്ക് എസെൻഷ്യൽ ആയതുകൊണ്ട് നമുക്കിത് തുറന്നേ പറ്റൂ. ഫുൾ ഷട്ടർ തുറന്ന് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ചെയ്തേ പറ്റൂ. വേനൽ മഴ പെയ്തതോടെ ഡാമുകളിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കരുതലും കൈത്താങ്ങുമെന്ന പേരിൽ സർക്കാർ നടത്തുന്ന പരാതി പരിഹാര അദാലത്തിൽ താമരശ്ശേരിയിൽ പരിഗണനയ്ക്കെത്തിയത് 800-ൽ പരം പരാതികൾ. 12 വകുപ്പുകളുമായി ബന്ധപ്പെട്ട 298 പരാതികളാണ് പരിഗണനയ്ക്കെടുത്തത്. ഇതിൽ 156 പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു. ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന അപേക്ഷകൾക്കും പരാതികൾക്കും പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരാതി പരിഹാര അദാലത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ അദാലത്താണ് താമരശ്ശേരിയിൽ നടന്നത്. കരുതലും കൈത്താങ്ങും എന്ന പേരിൽ നടത്തിയ അദാലത്തിലേക്ക് നേരത്തെ 600 പരാതികളാണ് ലഭിച്ചത്. കൂടാതെ 220 പരാതികൾ അദാലത്തിൽ നേരിട്ട് ലഭിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. ജില്ലാ കളക്ടർ പി ഗീതയുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു. താമരശ്ശേരി കാരാടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന അദാലത്തിൽ 298 പരാതികളാണ് പരിഗണനയ്ക്കെടുത്തത്. ഇതിൽ 156 പരാതികളിൽ തീർപ്പ് കൽപ്പിച്ചു. 302 പരാതികൾ വിവിധ വകുപ്പുകളിലേക്ക് പരിഹാരത്തിനായി അയച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടൽ പ്രശംസനീയമാണെന്ന് അദാലത്തിന് ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഓൺലൈനിൽ 600 പരാതികളാണ് ലഭിച്ചത്. അദാലത്തിൽ നേരിട്ട് ആളുകൾ വന്ന് പരാതി തന്നിട്ടുണ്ട്. 220 പരാതി അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ 820 പരാതി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വലിയൊരു ശതമാനം തീർപ്പ് കൽപ്പിച്ചു. മറ്റുള്ളവ ഫോളോ അപ്പ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിന് ജില്ലാ ഭരണകൂടം പ്രത്യേക താൽപര്യമെടുത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇടപെടുന്നുണ്ട്. വർഷങ്ങളായി വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ പലർക്കും അദാലത്ത് ആശ്വാസമായി. നമുക്ക് മെയ് മാസത്തിൽ തന്നെ പട്ടയം കൊടുക്കാനുള്ള നടപടി എടുക്കാം കേട്ടോ. ഞാൻ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. വനിതാ വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വനിതാ വികസന കോർപ്പറേഷൻ മെയ് മാസത്തിൽ നമുക്ക് കൊടുക്കാം. MLA-മാരായ ലിൻഡോ ജോസഫ്, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് എന്നിവരും മറ്റു ജനപ്രതിനിധികളും അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 താമരശ്ശേരി. സൗത്ത് കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് മാസ്റ്റേഴ്സ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കാൻ പണമില്ലാതെ നിരാശയിലാണ് വയനാട് സ്വദേശിയായ കായിക താരം. ബത്തേരി കല്ലുമുക്ക് സ്വദേശി PK ലിൻസിയുടെ യാത്രയിലാണ് അനിശ്ചിതത്വത്തിലായത്. മെയ് 12-ന് സൗത്ത് കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് മാസ്റ്റേഴ്സ് ഗെയിംസിലെ വനിതകളുടെ വിഭാഗത്തിൽ പങ്കെടുക്കാനാണ് ബത്തേരി കല്ലുമുക്ക് സ്വദേശി PK ലിൻസിക്ക് അവസരം ലഭിച്ചത്. എന്നാൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഈ യുവ കായിക താരം. മത്സരത്തിൽ പങ്കെടുക്കാൻ പണമില്ലാതായതോടെ പല സംഘടനകളും വ്യക്തികളും സാമ്പത്തിക പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ യഥാസമയത്ത് തുക ലഭിക്കാത്തതാണ് തിരിച്ചടിയായത്. മത്സരത്തിന് ദിവസങ്ങൾ മാത്രം നിൽക്കെ ആശങ്കയിലാണ് ലിൻസിയും കുടുംബവും. ആദ്യമായിട്ട് കിട്ടിയ ഒരു ചാൻസ് ആണ് ഇന്റർനാഷണൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോകണമെന്ന് വലിയൊരു ആഗ്രഹം വന്നു. എൻ്റെ മക്കൾക്കായാലും അമ്മ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോകാൻ തീരുമാനിച്ചതാണ്. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൈനീട്ടിയത്. നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ 100, 200 ലോങ് ജംപ് എന്നീ ഇനങ്ങളിൽ പങ്കെടുത്ത ലിൻസി മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. നാഷണൽ മീറ്റിൽ 100 മീറ്ററിലും ലോങ് ജമ്പിലും സ്വർണ്ണ മെഡലും 200 മീറ്ററിൽ വെങ്കല മെഡലും നേടിയിരുന്നു.
സൗത്ത് കൊറിയയിലെ ജീൻ ബുക്കിൽ നടക്കുന്ന ഗെയിംസിൽ പങ്കെടുക്കാൻ 4 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഗെയിംസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ലിൻസിയും കുടുംബവും. ന്യൂസ് 18 വയനാട്. 2ാം വയസ്സിൽ പോളിയോ ബാധിച്ച വിനിൽ 44ാം വയസ്സിലും വരച്ചു കൂട്ടുന്ന ചിത്രങ്ങൾ കണ്ടാൽ ആരും അതിശയിച്ചു പോകും. ഇടതു കൈക്ക് മാത്രം സ്വാധീനമുള്ള കൊട്ടാരക്കര ഓയൂർ സ്വദേശിയായ വിനിൽ വരയ്ക്കുന്നത് ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാണ്. ജന്മസിദ്ധമായ കഴിവാണ് വിനിലിനെ വരയുടെയും വർണ്ണങ്ങളുടെയും ലോകത്തെത്തിച്ചത്. ചിത്രകലയ്ക്ക് പുറമെ ക്ലേ മോഡലിംഗിലും വിനിൽ സജീവമാണ്. സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനമാണ് വിനിലിനെ ചിത്രകല ഉപജീവന മാർഗമാക്കി മാറ്റാൻ സഹായിച്ചത്. പുറത്തുനിന്ന് വർക്കുകൾ ഇപ്പം വളരെ കുറവാണ്. നേരത്തെ കുറച്ച് മുന്നേക്കെ എന്ന് പറഞ്ഞാൽ TTC B.Ed അത്തരം വർക്കുകളൊക്കെ വരുമായിരുന്നു. ഇപ്പം അത്തരം റെക്കോർഡ് വരയ്ക്കാൻ അവരുടെ ക്രാഫ്റ്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാനൊക്കെ വരുമായിരുന്നു. അന്നൊന്നും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷെ ഇന്ന് വർക്കുകളില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ട് ഏകദേശം 3-4 മാസത്തോളമായി. ലോക്ക്ഡൌൺ കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഇതുവരെയും കരകയറാൻ സാധിച്ചിട്ടില്ലെന്ന് കലാകാരൻ പറയുന്നു. ഇതിനിടെ ഹൃദ്രോഗവും കൂടി പിടിപെട്ടതോടെ വിനിലിന്റെ സ്വപ്നങ്ങൾക്ക് നിറം മങ്ങി. സ്വന്തമായി വീടില്ലാത്തതിനാൽ വരച്ചുകൂട്ടിയ ചിത്രങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാതെ ചിതലെടുത്ത് നശിക്കുകയാണ്. പ്രതിസന്ധികളേറെയുള്ള വിനിലിന് ചിത്രകലയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം കരസ്ഥമാക്കി തൊടുപുഴ മുട്ടം സ്വദേശിനിയായ 16-കാരി. ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ത്യൻ പ്രതിജ്ഞ മിറർ റൈറ്റിംഗിലൂടെ റെക്കോർഡ് സമയത്തിനുള്ളിൽ എഴുതിയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഡാനിൽ വിത ഈ നേട്ടം കരസ്ഥമാക്കിയത്. മിറർ റൈറ്റിംഗ് എന്നത് എന്താണെന്ന് പോലും 8 മാസം മുമ്പ് വരെ ഡാനലിന് അറിയില്ലായിരുന്നു. യാദൃശ്ചികമായി വീട്ടിലിരുന്ന് കണ്ട TV പ്രോഗ്രാമിൽ നിന്നാണ് മിറർ റൈറ്റിംഗിനെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും ഡാനൽ മനസ്സിലാക്കുന്നത്. അന്നു മുതൽ ഇത് പഠിക്കണമെന്നാഗ്രഹിച്ച് പേപ്പറിൽ എഴുതി പരിശീലനം തുടങ്ങി. കുറഞ്ഞ നാൾ കൊണ്ട് മിറർ റീഡിംഗ് സ്വായത്തമാക്കുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും അറിഞ്ഞത്. ആദ്യ അപേക്ഷ നിരസിക്കപ്പെട്ടെങ്കിലും 2ാം ശ്രമത്തിൽ വിജയിച്ചു. റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്രതിജ്ഞയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മിറർ റൈറ്റിംഗിലൂടെ 2 മിനിറ്റും 3 സെക്കൻഡും 65 മില്ലി സെക്കൻഡും എന്ന റെക്കോർഡ് സമയം കൊണ്ട് ഡാനൽ എഴുതിയത്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ആദ്യം ഒന്ന് അയച്ചു കൊടുത്തായിരുന്നു. പക്ഷെ ആദ്യം അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ കൊച്ചൊരു വേറെ കൊച്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എനിക്കത് എൻ്റേത് അക്സെപ്റ്റ് ചെയ്തില്ല അവർ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ എഴുതി അത് വീണ്ടും സമയം കുറയ്ക്കാൻ നോക്കി. അങ്ങനെ സമയം കുറച്ച് മാക്സിമം എനിക്ക് എഴുതാൻ പറ്റുന്ന സമയം കുറഞ്ഞു കഴിഞ്ഞപ്പം ഞാനത് ഒന്നുകൂടി അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം അവർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആണ് എനിക്ക് ഈ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുന്നത്. വീട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും സഹായവും പിന്തുണയുമാണ് തന്റെ നേട്ടത്തിന് പിന്നിലെന്ന് ഡാനൽ പറയുന്നു. ന്യൂസ് 18 തൊടുപുഴ. റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധവുമായി ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തിലെ പുത്തടി നിവാസികൾ. റോഡിൽ വാഴ നട്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. 18 വർഷത്തോളമായി പാതയുടെ അറ്റകുറ്റപ്പണികൾ പോലും നിർവഹിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. ശാന്തൻപാറ പഞ്ചായത്തിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളായ പള്ളിക്കുന്നിനെയും പുത്തടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. രാജകുമാരി, സേനാപതി പഞ്ചായത്തുകളിലെ നിരവധി ആളുകൾ നെടുങ്കണ്ടത്ത് എത്തിച്ചേരാൻ ഉപയോഗിച്ചിരുന്ന എളുപ്പമാർഗം കൂടിയായിരുന്നു ഇത്. റോഡിന്റെ 2.5 കിലോമീറ്ററോളം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. നമ്മുടെ പള്ളിക്കുന്ന് പുത്തടി റോഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 18 വർഷക്കാലമായി ഈ റോഡ് പണിതിട്ട്, പക്ഷേ അതിനിടയ്ക്ക് 1-2 ചെറിയ പാച്ച് വർക്കല്ലാതെ മറ്റൊരു ജോലി നടന്നിട്ടില്ല. പഞ്ചായത്ത് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇതിന് 14 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ മാർച്ച് 30-ന് മുൻപായി പണി പൂർത്തീകരിക്കുമെന്നും പറഞ്ഞ് ഈ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രദേശത്ത് 100-ലധികം കുടുംബങ്ങളുള്ള പുത്തടി റോഡ് സൈഡാണിത്. അവിടെ വാർദ്ധക്യസഹജമായ അസുഖം മൂലം ബുദ്ധിമുട്ടുന്ന ഒത്തിരി അനേകം അച്ഛനമ്മമാരുണ്ട്. അതുപോലെ തന്നെ അനേകം കുഞ്ഞുങ്ങൾ, ഇതിലെ 3-4 സ്കൂൾ ബസ് ഓടുന്നതാണ്. ആ അനേകം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. റോഡ് ശോചനീയാവസ്ഥയിലായതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. അടിയന്തര ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ ഓട്ടം വരാത്ത സാഹചര്യവുമുണ്ട്. ശാന്തൻപാറ പഞ്ചായത്ത് 9-ാം വാർഡിലെ പള്ളിക്കുന്ന് സ്ഥലമാണിത്, പുത്തടി റോഡ്. ഇത് 18 വർഷമായി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഞങ്ങൾ പിള്ളേരെ സ്കൂൾ വിടാൻ ഞങ്ങൾക്ക് പറ്റണില്ല. ഞങ്ങൾ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. പിള്ളേരെ രാവിലെ സ്കൂൾ വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇങ്ങനെ കിടക്കുന്ന വഴിയിൽ കൂടെ ഞങ്ങൾ എങ്ങനെ പിള്ളേരെ സ്കൂൾ വിടും? തിരിച്ച് ഞങ്ങൾ അവരെ വിളിച്ചോണ്ട് വരികയൊക്കെ ചെയ്യേണ്ടതാണ്. പ്രായം ചെന്ന കാരണവന്മാർ ഇതിലൂടെ വണ്ടി കൊണ്ട് പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. അവർക്ക് ഭക്ഷണം ചായ കുടിക്കാനൊക്കെ
കടയ്ക്കൊക്കെ പോകേണ്ടതാണ്. പക്ഷേ ഈ വഴി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ സ്കൂൾ ബസ് വരെ നിന്ന് പോകും. ഇതുവരെ സ്കൂൾ ബസ്സൊന്നും വരില്ല. റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാതയിൽ നാട്ടുകാർ വാഴ നട്ടത്. പാതയുടെ നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും വകമാറ്റി ചിലവഴിച്ചതായാണ് നാട്ടുകാരുടെ ആരോപണം. മഴക്കാലത്തിന് മുന്നോടിയായി പാതയുടെ നവീകരണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇടുക്കിയിൽ കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം വ്യാപിക്കുന്നു. നെടുങ്കണ്ടം പഞ്ചായത്തിൽ 150ഓളം പശുക്കൾക്ക് രോഗം ബാധിച്ചു. 2 പശുക്കൾ ചത്തു. ഇടുക്കിയിലെ ക്ഷീരമേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ് കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം വ്യാപിക്കുന്നത്. കന്നുകാലികളുടെ ത്വക്കിൽ പല ഭാഗങ്ങളിലായി വൃത്താകൃതിയിലുള്ള കട്ടിയുള്ള മുഴ രൂപപ്പെടുകയും പിന്നീട് ഇവ വ്രണമായി മാറുകയും ചെയ്യും. രോഗം ബാധിച്ച് 14 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. ത്വക്കിൽ 2 മുതൽ 5 സെന്റിമീറ്റർ വരെ വ്യാസത്തിലാണ് മുഴകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഉയർന്ന പനിയും പാലിന്റെ അളവ് കുറയുന്നതും കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും നീരൊലിപ്പും ലക്ഷണങ്ങളാണ്. കന്നുകാലികൾ ചത്തുപോകുന്നതിന് വരെ രോഗം ഇടയാക്കും. കുത്തിവെപ്പ് എടുക്കാതെ അനിമൽസിനെ വന്നിട്ട് ദ്രയത്തിൽ മുള പോലെ വരും. ചില പശുക്കൾക്ക് വന്നിട്ട് മുള അധികമായിട്ട് കാണും. അത് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കൊറോണ പോലെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ല. ഇത് വൈറസിൻ്റെ അസുഖമാണ്. അതിനെ വന്നിട്ട് മുള പോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വീര്യം കുറയും. നെടുങ്കണ്ടം പഞ്ചായത്തിലെ വിവിധ മേഖലകളിലും പാമ്പാടുംപാറ, കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലെ കന്നുകാലികളിലും രോഗം ബാധിച്ചിട്ടുണ്ട്. പച്ചടിയിലും പൊന്നാമലയിലും പശുക്കൾ ചത്തു. പച്ചടി സ്വദേശിയായ ഗോപാലപിള്ള വളർത്തിയിരുന്ന 3 പശുക്കൾക്കും 1 കിടാവിനും രോഗം ബാധിച്ചു. ഇതിൽ 1 പശു ചത്തു. ചികിത്സയ്ക്കായി ആയിരങ്ങളാണ് കർഷകർ ചെലവഴിക്കുന്നത്. ഞാനിങ്ങനെ ബാങ്കിലും എടുത്താണ് പശുക്കളെ മേടിച്ചതും. 1 പശു മിനിങ്ങാന്ന് ഇന്നലെ ചത്തുപോയി. ചത്തുപോകാൻ ഇത് തന്നെ ഇതൊന്നും കണ്ടുപോകാൻ ഭയങ്കരമായിട്ട് മഴ വന്ന് പൊട്ടിപ്പോയി ചത്തു. പിന്നെ ഇപ്പം ജീവിക്കാൻ മാർഗമൊന്നുമില്ല. ഈ ഒരു മാർഗ്ഗം പശു വളർത്തിയാണ് ജീവിക്കുന്നൊരു. വൈറസ് രോഗമായ ചർമ്മമുഴ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ല. വൈറസ് ബാധ ഏൽക്കാതിരിക്കുന്നതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് ഏക പോംവഴി. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരികെ നാട്ടുവർത്തമാനത്തിലേക്ക്. മുക്കം, കുറ്റിപ്പാല, മാമ്പറ്റ, കയ്യിട്ടാമ്പൊയിൽ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. മാമ്പറ്റ ബൈപ്പാസ് റോഡിൽ അയ്യപ്പൻകാവിന് സമീപം പകൽ സമയത്ത് കാട്ടുപന്നിയെ വാഹനം ഇടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. മുക്കം നഗരസഭയിലെ മുക്കം അങ്ങാടിയോട് അടുത്ത് കിടക്കുന്ന കുറ്റിപ്പാല, മാമ്പറ്റ, കയ്യിട്ടാപ്പൊയിൽ പ്രദേശങ്ങളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായത്. കാട്ടുപന്നി ശല്യം കാരണം പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പകൽ 4 മണിയോടുകൂടി മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിലെ അയ്യപ്പൻകാവിനടുത്ത് കാട്ടുപന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പറമ്പിൽ ഒരു കപ്പയോ അല്ലെങ്കിൽ ഒരു ചേമ്പോ ഒരു ചേനയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളതാ ഈ കിണറിൻ്റെ അടുത്ത് കൂടിയൊക്കെ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാലടി അവിടെ അങ്ങനെ പതിഞ്ഞിട്ടുണ്ട്. കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് കപ്പ, ചേന, ചേമ്പ്, വാഴ തുടങ്ങിയ യാതൊരു കൃഷിയും പ്രദേശങ്ങളിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പകൽ സമയങ്ങളിൽ പോലും കാട്ടുപന്നികളുടെ വിഹാര കേന്ദ്രമായി ജനവാസ മേഖല മാറിയെന്നും പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ പന്നീൻ്റെ ശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ്. രാവിലെ ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. ഒരു വെളുക്കുന്നതിന് മുമ്പ് നടക്കണമെന്ന് വെച്ചാൽ പന്നി ഇപ്പം കുത്തു നോക്കണം. വട്ടോളിപ്പറമ്പ് റോഡ്, മാമ്പറ്റ, കയ്യിട്ടാപ്പൊയിൽ റോഡ്, ഇതിലൊക്കെ തന്നെ പന്നി ധാരാളം കണ്ടുവരുന്നുണ്ട്. അത് ബന്ധപ്പെട്ട അധികൃതരെ വേണ്ടി അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ ഉണ്ടായാൽ നല്ലതാണ്. ഉപദ്രവകാരികളായ കാട്ടുപന്നി ശല്യത്തിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മുക്കം നഗരസഭാ അധികൃതരും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം. ന്യൂസ് 18 മുക്കം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ പൊതു ഉദ്യാനമൊരുക്കി CSI സഭ. ജില്ലാ കളക്ടർ PK ജയശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സഭയുടെ ഹരിതസേന 6 മാസമായി പരിപാലിച്ചു വന്ന ഉദ്യാനമാണ് കൈമാറിയത്. CSI മധ്യകേരള മഹാ ഇടവകയുടെ പൊതു ഉദ്യാനം പദ്ധതിക്കാണ് തുടക്കമായത്. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലെ വരാന്തയിൽ പൂച്ചെടികളും അലങ്കാര സസ്യങ്ങളും ഒരുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നവംബർ മാസം മുതൽ സഭയ്ക്ക് കീഴിലെ ഹരിതസേന അംഗങ്ങൾ പരിപാലിച്ച ഉദ്യാനം കൈമാറി. സഭ തന്നെ ചെയ്യുകയല്ല, ഒന്നിച്ചു പ്രവർത്തിക്കാം, ആളുകളെ അതിന് മോട്ടിവേറ്റ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ ഇതുപോലെ ഒത്തിരി താമസിയാതെ ചീമാട്ടി, റൗണ്ടാന തുടങ്ങി ബേക്കർ ജംഗ്ഷൻ വരെയുള്ള ഭാഗവും ഇതുപോലെ മനോഹരമായി തീരും. മഴക്കാലമാണല്ലോ, അധികം വെള്ളം ഒഴിക്കേണ്ടി വരില്ല എന്ന് ഞങ്ങൾ ആശിക്കുക. KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്തു.
CSI ഡെപ്യൂട്ടി മോഡറേറ്റർ ഡോക്ടർ റൂബിൻ മാർക്ക്, കോട്ടയം നഗരസഭ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, റവറന്റ് PK കുരുവിള, റവറന്റ് റോയി സി മാണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്ത് വെങ്ങാനൂരിലെ പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ പൗർണമിയായ ഇന്നലെ നടന്ന പടയണി ശ്രദ്ധേയമായി. പ്രപഞ്ചയാഗത്തിനു ശേഷം നട തുറന്ന ഇന്നലെ 3 മണിക്കൂർ നീണ്ടുനിന്ന മധ്യ തിരുവിതാംകൂറിന്റെ അനുഷ്ഠാന കലയായ പടയണി ക്ഷേത്രനടയിൽ അവതരിപ്പിച്ചു. 100 കണക്കിന് ഭക്തരാണ് പൗർണമിക്കാവിലെ പടയണി കാണാൻ തടിച്ചുകൂടിയത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.